ഐ ഗെസ് വെൽക്കം ബാക്ക്. ഇന്നൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആണ്. ഞാനിപ്പോൾ ഒരു ട്രേഡ് എടുത്തിരിക്കുന്നത് ഗോൾഡിലാണ്. എടുത്തിട്ടൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ആൻഡ് മെറ്റാ ട്രേഡ് പ്ലാറ്റ്ഫോം 5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എടുത്ത ക്വാണ്ടിറ്റി, ദെൻ എടുത്ത പ്രൈസ്, ഞാൻ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ എൻ്റെ ഒരു ബൈ എൻട്രി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം എടുക്കാനുള്ള റീസൺ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ചാർട്ടിൽ. അപ്പോൾ അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത് അല്ലേ? ഞാൻ എൻ്റെ പ്രോഫിറ്റ് കണ്ടുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ എടുത്ത ലോജിക്ക് മേ ബി നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം മേ ബി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഗോൾഡിൻ്റെ ചാർട്ട് ട്രേഡിംഗ് വ്യൂവിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോകാം. 15 മിനിറ്റല്ല, നമുക്ക് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോകുക. അവിടെ എന്താണ് ഓവറോൾ നടക്കുന്നത്, ഓവറോൾ എന്താണ് ട്രെൻഡ് അല്ലേ? ഇപ്പോൾ ഏകദേശം അറിയാം നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡാണ് മാർക്കറ്റിൽ ഉള്ളത്. ആൻഡ് ഒരു 1 അവർ ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണെങ്കിലും ബുള്ളിഷ് ട്രെൻഡ് തന്നെ കാണുന്നത്. അപ്പോൾ ഞാൻ 15 മിനിറ്റ്സ് ചാർട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുകയാണ്. ആക്ച്വലി എന്ത് തരം പ്രൈസ് ആക്ഷനാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ലോവർ ലോ ഫോർമേഷനാണ് വന്നുകൊണ്ടിരുന്നത്. ദെൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു പാറ്റേൺ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പോയിന്റിൽ നമുക്ക് എക്സാക്ട്ലി പറയുവാണെങ്കിൽ ഈ ഒരു സിങ് ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് മുൻപുണ്ടായിരുന്ന ആ ഒരു ലോവർ ലോ പാറ്റേൺ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ആ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഗോൾഡ്. അപ്പോൾ അത് തന്നെ ആ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേബിളായിട്ട് നമുക്ക് എടുക്കാം, കൺസിഡർ ചെയ്യാം അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവലിൽ. ഓക്കെ, സോ അതിനുശേഷം ഉണ്ടായ മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു ഹയർ ഹൈ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. അതൊരു ടിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് അല്ലാത്ത രീതിയിലല്ല, ബട്ട് ഒരു മോഡറേറ്റ്ലി ഒരു ഹയർ ഹൈ ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് അവിടെ കാണുന്നുണ്ട്. ഒരു 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ നമുക്കിവിടെ നോക്കിയാൽ മതി. ആദ്യം ക്രിയേറ്റ് ചെയ്ത ലോനെക്കാട്ടി മുകളിലാണ് പുതിയ ലോ ക്രിയേറ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് ഹയർ ലോ അല്ലേ? ദാറ്റ് മീൻസ് അവിടെ ബയേഴ്സ് ആണ് കൺട്രോൾ ഉള്ളതെന്ന് നമുക്ക് പറയാം. ഈ ഓരോ പോയിന്റിലും ബയേഴ്സ് വന്ന് കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതിനെ നമുക്ക് ഹയർ ലോ എന്ന് പറയാം. അപ്പോൾ ഹയർ ലോ ഫോർമേഷനാണ് ഞാൻ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇവിടെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വ്യൂ എന്നുള്ളത് ബുള്ളിഷായി. ഓക്കെ, ഒരു ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. സോ അപ്പോൾ ഒരു ബുള്ളിഷ് വ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈ എൻട്രി എടുക്കുക എന്നുള്ളത് തന്നെയാണ് നെക്സ്റ്റ് ആ ഒരു പ്ലാൻ എന്നുള്ളത്. സോ അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ ഞാനൊരു 5 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ ഒന്നുകൂടി ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ഹയർ ഹൈ ഫോർമേഷൻ എനിക്ക് അവിടെ കോൺഫിഡൻറ്റ് വന്നു. ഈ ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ തവണ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ട് ഞാൻ എടുക്കുന്നില്ല, അതിനുശേഷമുള്ള പാർട്ട്. ഓക്കെ, നമുക്കിപ്പം നടക്കുന്ന ആ ഒരു പ്രൈസ് ആക്ഷൻ മാത്രം മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മുൻപ് ക്രിയേറ്റ് ചെയ്ത ലോനെക്കാട്ടി മുകളിലാണ്. പിന്നെ വീണ്ടും ഒരു ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം താഴോട്ട് വന്നത് മുൻപ് ക്രിയേറ്റ് ചെയ്ത ലോനെക്കാട്ടി മുകളിലാണ്. ദറ്റ് മീൻസ് അവിടെ നമുക്കൊരു പാറ്റേൺ, ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓരോ തവണയും ആ ഒരു ഹൈ ലെവലിൻ്റെ അടുത്തോട്ട് വരുന്നത് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ഹയർ ലോ അതായത് മുൻപ് ക്രിയേറ്റ് ചെയ്ത ലോനെക്കാട്ടി മുകളിലായിട്ടാണ് ഓരോ ലോ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് മൂവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു പൊസിഷനിൽ നിന്ന് ഒരു എൻട്രി എടുത്തിരുന്നത്. ഞാൻ ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നില്ല. കാരണം ഇത്രയും കൺഫർമേഷൻസ് എനിക്ക് ധാരാളമായിരുന്നു ഒരു ബൈ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഞാനൊരു ബൈ എൻട്രി എടുത്തു. അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡ് ട്രേഡിങ്ങിലൊക്കെ സ്റ്റോപ്പ് ലോസ് വളരെ മസ്റ്റാണ്. സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഞാൻ ഈ ഒരു സിങ് ഹൈ ലോൻ്റെ താഴെ ജസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് എന്ന രീതിയിൽ ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. നിയർലി ഒരു 2662 സംതിങ്. ഓക്കെ, അത് ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാൻ അതാണ് എൻ്റെ മാക്സിമം ലോസ് എന്ന രീതിയിൽ. പിന്നെ എൻ്റെ ടാർഗറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് ടാർഗറ്റ് ഇല്ല. ഞാൻ ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്കിവിടെ മുൻപിലുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ടായിരിക്കണം എൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം റീസെൻ്റ്ലി ഈ ഒരു ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇൻട്രാഡേ ഹൈ നമുക്ക് അവിടെ ഉണ്ട്. അത് ഓൾറെഡി ബ്രേക്ക് ചെയ്യുന്നുള്ള ഒരു 90% ഷുവറാണ്.
കാരണം അങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് കൂടി ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ എൻ്റെ ടാർഗറ്റിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇൻ കേസ് ബ്രേക്ക് ഔട്ട് ചെയ്തില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഹിറ്റ് ചെയ്ത് പോകും. ഓക്കെ. ആൻഡ് അപ്പം എൻ്റെ പ്ലാൻ വന്നിട്ട് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് മാക്സിമം ഒന്ന് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അറ്റ് സെയിം ടൈമിൽ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ മൊമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, സ്ലോലി ബട്ട് സ്റ്റഡി ആയിട്ട് മൂവ്മെൻ്റ് ആണ്. അപ്പം കുറച്ചധികം ടൈം എടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ. സോ ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യും. അത് നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് പോലെ വലിയ ടെൻഷനൊന്നുമില്ല, ഇവിടെ പ്രീമിയം മെൽറ്റിങ്ങോ സ്പൈക്കുകളോ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. നല്ല ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഡെഫിനറ്റ്ലി അത് ഹിറ്റ് ചെയ്യും. ഓക്കെ. അപ്പം ജസ്റ്റ് വെയിറ്റ് ചെയ്യുവാണ്. ആൻഡ് മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ട് നടക്കട്ടെ. ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ആൻഡ് ഒരു മാക്സിമം ഒരു ഞാൻ ആ ഒരു ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലോട്ട് വരുവാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ആ ഒരു മൂവ്മെൻറ്റ് നോക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് എൻ്റെ ഒരു ഇനീഷ്യൽ ടാർഗറ്റ്. അവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷൻ കാര്യങ്ങൾ നോക്കിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. നല്ലൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്നെയാണ്. ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു സ്ട്രെങ്ത്തും ആ ഒരു ഫുൾ ബോഡിയൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അത് ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അത്യാവശ്യം പ്രോഫിറ്റും ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒന്നും പ്രോഫിറ്റ് ബുക്കിങ്ങിനെ പറ്റി ആലോചിക്കുന്നേ ഇല്ല. ഓക്കെ. കാരണം ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണ്, അതാണ് എൻ്റെ ഇനീഷ്യൽ പ്ലാൻ തന്നെ. അപ്പോൾ അത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നവരെ ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്തിരിക്കും. അതിന് മുകളിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നോർമലി ഒരു സ്കാൾപ്പിംഗ് ഒന്നല്ല ഞാൻ ചെയ്യുന്നത്. നമുക്ക് സ്കാൾപ്പിംഗ് പോസിബിളാണ്. ഫോറക്സ് മാർക്കറ്റിലൊക്കെ നമുക്ക് സ്കാൾപ്പിംഗ് പോസിബിളാണ്. എസ്പെഷ്യലി ഈ ഒരു ഈവനിങ് ടൈം ഒരു 6:30 കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്യും. അത് ഓൾസോ ഈ ന്യൂസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് സ്ട്രാറ്റജി തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ ഫോറക്സ് പെയറിലാണെങ്കിൽ ശരി, ഗോൾഡിലാണെങ്കിൽ ശരി, നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സ്കാൾപ്പിംഗ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ നോർമലി സ്കാൾപ്പിംഗിനെ പറ്റി ചിന്തിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് അത്യാവശ്യം ഒരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ഒക്കെ ഹോൾഡ് ചെയ്തിട്ടുള്ള ട്രേഡുകളാണ് ഇപ്പോൾ എനിക്ക് താല്പര്യം തന്നെ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ട്രേഡ് എടുത്ത് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെയുള്ള നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ $230, $240, $250 അടുത്ത് റണ്ണിങ്ങിലാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ്. റൈറ്റ്. എൻട്രി എടുത്തത് ഏകദേശം ഈ ഒരു പോയിന്റിലാണ്. ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, സെക്കൻഡ് റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ്. എനിക്ക് അധികം ടൈം ഇല്ല. മെയിൻലി പ്രോബ്ലം അതാണ്, വെയിറ്റ് ചെയ്യാനുള്ളത്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ടൈമൊന്നും എനിക്ക് ഫിക്സഡ് ആയിട്ടില്ല പേഴ്സണൽ. ഓക്കെ. ഞാനിവിടെ പ്രോഫിറ്റ് ഒന്ന് ബുക്ക് ചെയ്യുവാണ്. ഞാനിവിടെ ജസ്റ്റ് എക്സിറ്റ് ചെയ്തു. ഓക്കെ. നിയർലി ഒരു $230 to $240. ഓക്കെ. സോ ഡൺ. ഓക്കെ. നമുക്ക് ഇനിയും വേണമെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കാം. ഈവൻ ടൈമൊക്കെ ഓക്കെ ആയിരുന്നു, കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരിക്കാമായിരുന്നു. ബട്ട് എനിക്ക് ഈ ഒരു ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് വീഡിയോ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. വീണ്ടും സമയമെടുക്കും. ഓക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. ഈവൻ ഓൾസോ ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസ് പെർ ആ ഒരു ടെക്നിക്ക് അനുസരിച്ച് ആ ഒരു സെക്കൻഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ആയിരുന്നു എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാൻ. അത് ഓൾറെഡി കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ. ഗൈസ്, അപ്പോൾ എന്തായാലും ഇനി ഞാൻ അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ. ഓക്കെ. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ട്രേഡിങ്ങിനെ പറ്റി, അതായത് ലോട്ട് സൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ആക്റ്റീവ്ലി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ ലാസ്റ്റ് 2 വീക്കിൽ 1-2 ഒരു 3-4 ട്രേഡുകൾ മാത്രമേ എസ്പെഷ്യലി എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ജസ്റ്റ് ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രേഡുകൾ എടുത്തിരുന്നു അല്ലാതെ മെയിൻലി ഒന്നും ഫോക്കസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ഡെഫിനറ്റ്ലി ഫോക്കസ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു. നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഡെഫിനറ്റ്ലി എൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. റൈറ്റ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഗോൾഡിൻ്റെ ഷെയർ ചെയ്തിരുന്നു. നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡെഫിനറ്റ്ലി എല്ലാ അപ്ഡേറ്റുകളും ഞാൻ തരുന്നതാണ്, അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ. താങ്ക് യു.